വെള്ളിയാഴ്ച വൈകിയ സമയത്ത്, നാട്ടിൽ ശനിയാഴ്ച രാവിലെ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് കൂടി അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ, അവിടുത്തെ വചനത്തിൽ നിന്നും ശ്രദ്ധിക്കുവാൻ ഒക്കെ തരുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധാനത്തിൽ പാട്ടുകളെ പാടി അവിടുത്തെ ആരാധിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് എന്നപേക്ഷിക്കുന്നു. അവിടുത്തേക്ക് പ്രസാദമുള്ള ഒരു ആരാധന കഴിക്കുവാൻ, ആരാധന ദൈവിക ശക്തിയിൽ നിറഞ്ഞ് കർത്താവെ ലീഡ് ചെയ്യുവാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരാണ്, എന്നാൽ ഞങ്ങളുടെ കുറവുകളെ നികത്തുന്ന ദൈവസ്നേഹത്തിനായി, ദൈവിക കരുതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് കാര്യങ്ങളെ ക്രമീകരിക്കുമാറാണ്. യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഈ മീറ്റിംഗ് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണം. ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് കൂടി വരുവാൻ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരവരലുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ഇത്രത്തോളം നല്ലവനായി നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ചു. അവൻ്റെ കൃപകൾ, അവൻ്റെ കരുണകൾ നമ്മൾക്ക് വലുതായിരുന്നു. നമ്മൾക്ക് അല്പസമയം ചില പാട്ടുകളെ പാടി കർത്താവിന് ആരാധന അർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു ചാരുത നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ചില നാളുകൾക്ക് ശേഷം നമ്മുടെ കൂടെ വീണ്ടും ആയിരിക്കുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് അല്പസമയം കർത്താവിനെ ആരാധിക്കാം. പാസ്റ്റർ ബിനു ചാരുത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ രാവിലെ സമയമാണ് എങ്കിലും നമുക്ക് 2 ടൈം സോണിലിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിന് നന്ദി പറയുന്നു. എന്നെ മീറ്റിങ്ങിൽ ക്ഷണിച്ച പ്രിയ ആൻറ്റിയോടും അങ്കിളിനോടൊക്കെ ഉള്ള നന്ദി പറയുന്നു. കടന്നു വന്ന ജനത്തിന് ഏറ്റവും അനുഗ്രഹമാകട്ടെ. നമുക്കറിയാവുന്നൊരു ഗാനം, കർത്താവ് പറയുന്നത് തന്നെ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. പരിശുദ്ധനാം താതനെ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനെ. പാട്ടുകാരൻ പറയുന്നത്, നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക് ഈ മരുയാത്രയതിൽ. ഈ മരുയാത്രയിൽ മറ്റെന്തിനേക്കാളും കർത്താവിൻ്റെ കൃപ കൂടെയുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കടാക്ഷം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാൻ കർത്താവിടെ നിലകട്ടെ. അറിയാവുന്ന ഗാനമാണല്ലോ. പാടുമ്പോൾ എല്ലാവരും ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ചില നാൾക്ക് ശേഷം കൂടി വരുവാൻ കർത്താവ് തന്ന എല്ലാ സാവകാശവും നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യ ഗാനം പാടുന്നു. പരിശുദ്ധനാം താതനെ തുടങ്ങുന്ന മനോഹരമായ ഗാനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവരും പാടണം, ആരും പാടാതിരിക്കരുത്. പ്രൈസ് ഗോഡ്. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. ഒരുമിച്ച്. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. നാഥാ നീ മതി എനിക്ക്,
നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ഓ ജീസസ്, ഈ ചൂടേറും ഈ മരുയാത്രയിൽ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ജീസസ്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ചേർന്ന് പാടാം. നാഥാ നീ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ജീസസ്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ചേർന്ന് നാഥാ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ
തിരുകൃപ മതി എനിക്ക്, വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടം ഓടിത്തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. കർത്താവേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ അടിയനെ അയക്കരുത്. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി, ആ തിരുകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ഈ മാലിന്യമേൽക്കുന്ന ഈ ലോകനാളുകളിൽ കറപറ്റാതെ കർത്താവിനെ പിൻപറ്റുവാൻ ഹാനോക്ക് നടന്നതുപോലെ ദൈവത്തോട് നടക്കുവാൻ കർത്താവ് നമുക്ക് ഇട നൽകട്ടെ. അടുത്തൊരു ഗാനം എനിക്കേറെ ഇഷ്ടമുള്ളൊരു ഗാനമാണ്. ഓരോ ദിവസവും കർത്താവ് കരുതുന്ന വിധങ്ങൾ. കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും എല്ലാം അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. നമുക്ക് പലപ്പോഴും നമുക്ക് 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 3 പേരുടെ ഇഷ്ടങ്ങൾ ഒത്തിരി വ്യത്യസ്തമാണ്. എന്നാൽ കർത്താവ് എല്ലാത്തിനും എല്ലാമായി തീരുന്ന എൻ്റെ ദൈവം, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. അത് ദുഃഖമാകട്ടെ, പട്ടിണിയാകട്ടെ, ആപത്താകട്ടെ, ഈർച്ചവാളാകട്ടെ, ഉഷസ്സാകട്ടെ, സന്ധ്യയാകട്ടെ, ഏതു മേഖലകളിലും കർത്താവ് മാത്രമായിരിക്കട്ടെ. ഒരു ഭക്തൻ്റെ ആഗ്രഹവും പ്രത്യാശയും അതുതന്നെയാകട്ടെ. എന്ത് വിഷയം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും കർത്താവ് മാത്രമാണ് എനിക്കെല്ലാം. നമുക്കറിയാവുന്ന ഗാനമാണ്. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നെന്നും കരുതുന്നോനേശു തുടങ്ങുന്ന മനോഹരമായ ഗാനം. ജീസസ്. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോൻ യേശു, എന്നെന്നും കാക്കുന്നോനേശു, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എൻ്റെ എല്ലാ കാലത്തും
യേശു മതിയായവൻ. ദുഃഖമോ പട്ടിണിയോ ആപത്തോ ഈർച്ചവാളോ ഉഷസോ സന്ധ്യയതോ ഇരുളോ പ്രകാശമോ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ചേർന്ന് എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. അത് ഉയർച്ചയാകട്ടെ, അത് താഴ്ചയാകട്ടെ, അത് ലാഭമാകട്ടെ, അത് നഷ്ടമാകട്ടെ, അത് മാറയാകട്ടെ, ചെങ്കടലാകട്ടെ, അത് യെരിഹോ ആകട്ടെ, യോർദാനാകട്ടെ, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ഏത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെ മുമ്പിൽ കർത്താവ് മാത്രമാകട്ടെ നമുക്ക് ഏക ആശ്രയം. ജീസസ്, ഹല്ലേലൂയ. ഉയർച്ച താഴ്ചയതോ ലാഭമോ നഷ്ടമതോ മാറയോ ചെങ്കടലോ യെരിഹോ യോർദാനതോ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എല്ലാവരും ചേർന്ന് എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ജീവനോ മരണമോ ഏതായാലും സമ്മതം, കാലം അതേതായാലും യേശു അനന്യൻ തന്നെ. നമ്മുടെ എല്ലാ മേഖലകളിലും കർത്താവ് മാത്രമാകട്ടെ അനന്യനായി. അവൻ ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായ കർത്താവ്. ഓ, ആ കർത്താവ് മാത്രമാകട്ടെ നമുക്കൊരു ആധാരം. ജീവനോ മരണമോ ഏതായാലും സമ്മതം, കാലം അതേതായാലും യേശു അനന്യൻ തന്നെ. എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ചെന്ന പടമെന്നും കരുതുന്നോ, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു. എൻ്റെ എല്ലാ കാലത്തും
യേശു മതിയായവൻ. ഓ, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ചേർന്ന് പാടാം. എൻ്റെ എല്ലാ കാലത്തും, എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ഒരു ഗാനം വളരെ വേഗത്തിൽ പാടുവാൻ ആഗ്രഹിക്കുന്നു. സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. ചില വരികൾ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ്റെ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ മാറയുടെ മധ്യത്തിൽ കടന്നു വന്നപ്പോൾ ആ കയ്പിൽ തന്നെ കർത്താവ് ഒരു മധുരം ഒരുക്കി വെച്ചിരുത്തുന്നു. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് മധുരത്തിൻ്റെ അനുഭവത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുമെന്നവൻ, എന്നെ കൈവിടാത്തവൻ. എല്ലാ കരങ്ങളും അടിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ജീസസ്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, യേശുവിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് നീ എപ്പോഴും സുരക്ഷിതനാണ്, നീ സുരക്ഷിതയാണ്. ഓ, ബാലസിംഹങ്ങളോ പെരുമ്പാമ്പോ എന്തു തന്നെ കടന്നു വന്നാലും കർത്താവിന്റെ ദൂതന്മാരുടെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവം ജീസസ്. ഈ രീതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഈ രീതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, യേശു എൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, യേശു എൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനകൾ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നത് യേശുവത്രേ, ഞാൻ അവന്റെ കരങ്ങളിലാണ്. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലായി.
നടത്തുന്നതേശുവത്രേ. ഞാൻ അവർ കരങ്ങളിൽ ചേർന്ന് പാടാം. പരീക്ഷ എന്റെ ദൈവം, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്? ഓ ജീസസ്, കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട് പ്രതികൂലങ്ങളെയും അനുകൂലമാക്കുന്ന ദൈവ സാഹചര്യം. ജീസസ്, സാഹചര്യം പ്രതികൂലമാകട്ടെ, സ്വന്തക്കാർ പ്രതികൂലമാകട്ടെ, ബന്ധക്കാർ പ്രതികൂലമാകട്ടെ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ചോദിക്കാം. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ചെറുപടാം. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സമയം അല്പം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം, എങ്കിലും ദൈവനാമത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് over to Thomas Uncle. Thank you, Pastor Binu. നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പസമയം വേർതിരിക്കാം. അദ്ദേഹം പാടിയ പാട്ട്, രണ്ടാമത്തെ പാട്ടും മൂന്നാമത്തെ പാട്ടും, ഞാൻ രണ്ടാമത്തെ പാട്ട് പാടിയപ്പോൾ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു വേദവാക്യം. നമ്മൾ എപ്പോഴും പലപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്, പക്ഷെ അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിക്കാറില്ല. ഫിലിപ്പ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, താഴ്ചയിൽ ഇരുപ്പാനും സമൃദ്ധിയിൽ ഇരുപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചു. അതിൻ്റെ കാരണമാണ് പറഞ്ഞേക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എൻ്റെ എല്ലാ കാലത്തും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം, എൻ്റെ പ്രാർത്ഥനകൾ കേട്ട് അതിന് തക്ക സമയത്ത് തക്കതായ ഉത്തരം തരുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ ആവശ്യങ്ങൾ അർപ്പിക്കാം. ആദ്യമായി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക്, നാട്ടിലും ഒക്കെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു, അവർ പരീക്ഷ എഴുതി, റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും നല്ല വിജയം കൈവരിച്ചതായി കേൾക്കുവാൻ ഇടയായി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം അവരോട് കൂടെ ഇരിക്കുവാൻ, വഴി കാണിച്ചു കൊടുക്കുവാൻ, ഈ എല്ലാവരും പോകുന്നതിൻ്റെ മുമ്പേ ഗമിക്കുന്ന ഗോപു തൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ പോകുവാനല്ല, ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ളത്, നമ്മൾ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ദീപകനായി, അലക്സ് നായി, ശാന്തിക്കായി,
സൂസിക്കായി, ജുബിനായി, ഡെയ്സിക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ ഇവാഞ്ചലിസ്റ്റ് ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അഡീഷണൽ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ വെല്ലൂരിലേക്ക് കടന്നു പോകുവാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കൃത്യദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ സാധാരണയായി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ലാസ്റ്റ് സെമസ്റ്ററിൽ ഒക്കെ പരീക്ഷകളുടെ ഒക്കെ സമയം അടുത്തു വരുന്നു. നന്നായി പഠിക്കുവാനും അവര് സുരക്ഷിതരായിരിക്കുവാനും തക്കവണ്ണം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയിലായിരിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. തക്കതായ തുണകളെ കർത്താവ് ഒരുക്കുവാനായി. വിവാഹിതരായവർ, കുടുംബത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ആയിരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോലി വേണ്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അഡിക്ഷനിൽ ആയിരിക്കുന്ന പലരുണ്ട്. മദ്യത്തിനും അതുപോലെ ഡ്രഗ്സിനും ഒക്കെ അടിമകളായിരിക്കുന്ന ചെറുപ്പക്കാരും പ്രായമായവരുമുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് അടുത്തു എന്ന് ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുവാൻ, നമ്മൾ പ്രാർത്ഥനയോടായിരിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. രാജു ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കും. രാജു ബ്രദർ മ്യൂട്ടാ. നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഞങ്ങളുടെ മീറ്റിംഗിൽ നിന്നോട് നിലവിളിച്ചതായ വിഷയങ്ങൾക്കൊക്കെയും നീ മറുപടി തന്നു. പ്രത്യേകിച്ച് കർത്താവെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെയും സ്തോത്രം, വിജയം കൊടുത്തു, ഓർത്ത് സ്തോത്രം. എന്നാൽ കർത്താവെ, അവിടെ തുടർന്നുള്ള ജീവിതം സ്തോത്രം, ദൈവത്തിന് അനുകൂലമായി ദൈവത്തോട് ചേർന്ന് വസിപ്പാനുള്ള കൃപ നമുക്കൊക്കെയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വഷളത്തെ നിറഞ്ഞതായ ഒരു തലമുറ വളർന്നു വരുമ്പോൾ അവിടെ മധ്യത്തിൽ കർത്താവെ, കുഞ്ഞുങ്ങളൊക്കെയും ദൈവഭയത്തിൽ ദൈവകൃപയിൽ ആയിരിക്കാൻ ഞങ്ങൾ അവരെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഈ കൂടിയറിവിനെ നീ ഇത്രത്തോളം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളായിരുന്ന എല്ലാ സ്ഥാനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യവും കൃപയും തന്നു. ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കഷ്ടവും ദുഃഖവും കണ്ണുനീരുമുള്ള ഈ ലോകത്ത് കർത്താവെ, സ്തോത്രം, ഇത്രയും സമാധാനത്തോടെ ഞങ്ങൾക്കൊക്കെ നിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ തന്ന നല്ല സമയത്തെ ഓർത്ത് കർത്താവെ, ഞങ്ങൾ നിനക്ക് നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമോ സർവശക്തനാകയാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാകയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം സ്തോത്രം. ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ തന്നിരിക്കുന്ന ഭാഗ്യ പദവി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങിൽ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ദൈവമക്കളും, എല്ലാ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഓരോരുത്തരും പലവിധമായ ഭാരവും പ്രയാസവും പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ശരീര ക്ഷീണരുണ്ട്, ബലഹീനരുണ്ട്. കർത്താവെ, പ്രായത്താൽ ശരീരക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ്, അവരുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ അവസ്ഥ അങ്ങ് കാണുന്നതിനാൽ സ്തോത്രം. വേണ്ടതായ കൃപ ഞങ്ങൾക്കൊക്കെ തരണമേ. കർത്താവെ, ബലഹീനതയെ തികഞ്ഞു വരുന്നതായ അങ്ങയുടെ ദൈവശക്തി കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാ ബലഹീനകളും മാറി കർത്താവിന്റെ സന്നിധിയിൽ പ്രായത്വത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാം കൃപ തന്നാണെന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും യാത്രയിലായിരിക്കുന്നവരുണ്ട്. സ്തോത്രം. കേരളത്തിലോട്ട്, ഇന്ത്യയിലോട്ട്, മറ്റു പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോയവരുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടവരുണ്ട്. കർത്താവെ, ഒരു കാക്കണം, സൂക്ഷിക്കണം, പരിപാലിക്കണം. കർത്താവെ, സ്തോത്രം. രാജ്യത്തിന്റെ അവസ്ഥ, ലോകത്തിന്റെ അവസ്ഥ കർത്താവ് കാണുന്നല്ലോ. സ്തോത്രം. യുദ്ധശ്രുതികളാലും ലോകം ഭയപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുന്ന കർത്താവെ, നാളെ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യൻ ഭയപ്പെടുന്ന ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങളുടെ ദൈവം അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ലല്ലോ. സ്തോത്രം. യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവാകയാൽ കർത്താവെ, നിന്റെ കരങ്ങളിൽ ആ വിഷയം ഏൽപ്പിക്കുന്നു. സ്തോത്രം. ദൈവമേ, നിന്റെ കരം നീട്ടണമേ. നീ അത്ഭുതം പ്രവർത്തിക്കണമേ. സ്തോത്രം. നിന്റെ കരം സ്തോത്രം. അവയൊക്കെയും തടഞ്ഞു നിർത്താൻ അങ്ങേക്ക് കഴിയുമല്ലോ. യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്ന യഹോവയുടെ കരത്തില് ആ വിഷയം ഏൽപ്പിക്കുന്നു.
ലോക നേതാക്കൾക്ക് കർത്താവെ വേണ്ടതായ ദൈവിക പരിജ്ഞാനം കൊടുക്കണമേ. ദൈവികമായ അറിവും ജ്ഞാനവും കൊടുത്ത് ഹാലലു സ്തോത്രം ജീവനുള്ള ദൈവത്തിന്റെ പാത പിൻപറ്റുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മീറ്റിങ്ങിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ പേര് പറഞ്ഞതായ അനേക പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലവിധമായ ഭാരങ്ങൾ കൂടെ രോഗങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്, കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും കർത്താവെ കൊടുക്കുന്ന വിടുതലിനായി സ്തോത്രം. ഓരോ കർത്താവെ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ കൂടി വരുമ്പോൾ പ്രിയപ്പെട്ടവരൊക്കെയും ആമേൻ പൂർണ്ണ സൗഖ്യമുണ്ടെന്ന് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാധാനം ദൈവമേ, സാത്താനെ ഞങ്ങളുടെ കാൽ കീഴി ആക്കി തരുമെന്ന് അങ്ങയുടെ വാഗ്ദത്ത വചനമുണ്ടല്ലോ. ആകയാൽ ശത്രുവിനോട് എഴുത്തു നിന്ന് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാം തരണമേ. ഈ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, കാലഗതികൾ എന്റെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നതിനാൽ ഹാലുവിന്റെ സ്തോത്രം ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലുവിന്റെ സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരായ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരൊക്കെ ഞങ്ങളുടെ കൃപയുടെ മറവിൽ പൊതിയണമേ. ഹാലൊരു സ്തോത്രം. ശത്രു അവരെ ആരെ തൊടുവാൻ അനുവദിക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നിനും അടിമയായി ഹാലൊരു സ്തോത്രം അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാൻ അനുവദിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടതായ ആലോചന കൊടുക്കണമേ. പോകേണ്ട പാത അപ്പൻ അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇതാണ് വഴി, ഇതിലെ പോയിക്കൊള്ളുക എന്നുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇമ്പമേറിയ ശബ്ദം നീ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ പലരുണ്ട്. അപ്പൻ അവർക്കൊക്കെ വഴികളും വാതിലുകളും വിശാലമായി തുറന്നു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കരയുന്ന കാക്കക്കുഞ്ഞിനും അതിൻ്റെതായ ആഹാരം ഒരുക്കുന്ന ദൈവം, കൊടുക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാകയാൽ ഹാലലിയ സ്തോത്രം. സ്വർഗത്തിലെ അപ്പച്ച അങ്ങയുടെ കരങ്ങൾ ആ വിഷയം വെക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനേക കുടുംബങ്ങൾ കർത്താവെ ഹാലലിയ കുടുംബശ്രായ ശേഷം ഹാലിയ ഡിവോഴ്സിനും മറ്റും ഹാലലിയ ശത്രുവായവരുടെ ഹൃദയങ്ങളെ ഹാലിയ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ അത് സംഭവിക്കരുതേ. ഹാലിയുടെ ദൈവിക സമാധാനം എല്ലാ ഭവനങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും കൊടുത്തവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശുവിടെ ജീവിതത്തിൽ ഹാലിയ സ്തോത്രം മുൻപന്തിയിൽ ആപ്പാൻ ഹാലിയ കർത്താവ് സഹായിക്കണമേ. അപ്പച്ചാ കുടുംബങ്ങളെ നീ നിലനിർത്തിക്കൊള്ളണമെന്ന് അപേക്ഷിക്കുകയാണ്. അന്ധകാരം പിടിച്ച ഈ കാലയളവിൽ ഹാലിയ സ്തോത്രം ആരും ശത്രുവിന് അടിയപ്പെടാൻ അനുവദിക്കല്ലേ. ദൈവകൃപ ക്ഷമ ആത്മാവിനെ എല്ലാവർക്കും കൊടുത്ത് സഹായിക്കണം അപേക്ഷിക്കുകയാണ്. സൗമ്യതയുടെ ആത്മാവിനെ എല്ലാവർക്കും തന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. ഹാലയുടെ സ്തോത്രം. വക്രതയും വഷളത്തോടെ ദേശത്ത് ഈ രാജ്യത്ത് ഈ ലോകത്ത് കർത്താവേ അപ്പാ ഞങ്ങൾ അന്യന്യരായി ജീവിപ്പാൻ ശത്രു അവകാശം പറയുന്ന കെട്ടുകൾ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ വണ്ണം ദൈവിക സമാധാനത്തെ സൂക്ഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നാദാ ഹാലിൽ പ്രത്യേകിച്ച് ഹാലുലിയ ഇന്ന് വചനം ദാസനായി സ്തോത്രം നീ സഹായിക്കണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തെ അപ്പാവിന്റെ വചനം ഹാലിനെ ശുശ്രൂഷിപ്പാൻ വേണ്ട കൃപ നീ കൊടുക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഹാലിന്റെ സ്തോത്രം ദാസനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇത് പാടിയ പാട്ടുകളൊക്കെ വളരെ അനുഗ്രഹപ്പെട്ടതാണ് കർത്താവേ. ഹാലുലിയ ഞങ്ങളുടെ ദൈവം സർവശക്തനാകയാൽ ഹാലിന്റെ സ്തോത്രം ഒന്നുമില്ലായ്മയിലും ഹാലിലും ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങളുടെ സമ്പന്നതയിലും ഞങ്ങൾ ഒന്നുമില്ലായ്മ അവസ്ഥയിലും ഹാലുലിയ ഞങ്ങളെ കാര്യം ഞങ്ങളെ കാത്തുന്ന ഞങ്ങളെ പോറ്റുന്ന ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഹാലുലിയ സ്തോത്രം. പാട്ടുപാടി കൃപന്റെ ദാസന് കൊടുത്തു ഓർത്ത് സ്തോത്രം. കുടുംബമായിട്ടവരെ അനുഗ്രഹിച്ചാട്ട് കർത്താവെ കൂടുതൽ ഹാലുലിയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വരെ കുടുംബമായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യാൻ ഹാലുലിയ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്ന കർത്താവിന്റെ ദാസൻ കർത്താവെ ഹാലുലിയ സ്തോത്രം. പ്രിയ ഹാമത്തായും ഹാലുലിയ ലിൻഡാ സിസ്റ്ററോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ സഹായിച്ചാട്ട് അവരെ സഹായിച്ചല്ലോ കർത്താവേ. ഹാലലിയ സ്തോത്രം. നീ തന്നെ അതിന് വേണ്ട ആലോചന കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത കർത്താവ് ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം. എന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷകളൊക്കെ ദൈവസനെ പ്രാഗൽഭ്യത്തോട് ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെ വിശ്വസത്തോട് ചെയ്യുവാനുള്ള കൃപ നീ അവർക്കൊക്കെയും കൊടുത്ത് സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രികാലത്തിന്റെ ആത്മാവ് ഞങ്ങൾ മധ്യത്തിൽ സംസാരിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവെ നിങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ ആയിരിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹാലുലിയ സ്തോത്രം. നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഹാലുലിയ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഹാലുലിയ സ്തോത്രം. വെറുതെ പോകുന്നൊരു അനുഭവമല്ല കർത്താവെ. ഞങ്ങൾ കേൾക്കുന്നതായ ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തെ ഹാലുലിയ
ഞങ്ങൾ തന്നെയോ എന്ന് നോക്കുവാനുള്ള കൃപ ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങളെ ശോധന ചെയ്യുന്ന ദിവസങ്ങളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നൽകപ്പെട്ട എല്ലാ നന്മകൾക്കും സ്തോത്രം. ഞങ്ങൾ അതിശ്രേഷ്ഠമായിട്ട് അതിശയകരമായിട്ട് നടത്തുന്ന ദൈവത്തിന് നന്ദി 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 കർത്താവേ. സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരാൻ അങ്ങ് മനസ്സായി ഓർത്ത് കർത്താവേ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം സന്നിധിയിലിരിക്കട്ടെ. നിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചാൽ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. തിരുനാമം ഞങ്ങളുടെ മധ്യത്തിൽ ജയമെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ സ്തോത്രം. ആമേൻ ആമേൻ. താങ്ക് യു രാജു ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിന്റെ വലിയ നാമത്തിലെ വന്ദനം ചൊല്ലുന്നു. പുതിയതായി ആദ്യമായി ലൈനിൽ ജോയിൻ ചെയ്തവരുണ്ട്. അവരെ ദൈവനാമത്തിൽ വെൽക്കം ചെയ്യുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഈ സമയത്ത് മീറ്റിംഗ് ഉണ്ട്. ജോയിൻ ചെയ്യാവുന്ന സമയം കാണുമ്പോൾ ഒക്കെ ജോയിൻ ചെയ്യുക. ജോയ് പാസ്റ്ററേയും കാണുവാൻ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് ദൈവവചന കേൾവിക്കായി നമ്മളെ തന്നെ ഒരുക്കാം. പാസ്റ്റർ സൂണർ ജോസഫ് കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മളുടെ മധ്യത്തിൽ വന്ന് വചന ശുശ്രൂഷ ചെയ്തത് നമ്മൾക്ക് അനുഗ്രഹമായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മളുടെ മധ്യത്തിലായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. തന്നെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സൂണർ ജോസഫ്. കർത്താവിന്റെ ധന്യ തിരുനാമം ഈ അനുഗ്രഹീതമായ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് നിഗ്രഹീതമായ രീതിയിൽ ലീഡ് ചെയ്യുന്ന കർത്തൃദാസൻ നിഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിൽ നമ്മളെ ഒത്തിരി പ്രയോജനപ്പെടുത്തി പാട്ടിലൂടെ നമ്മളെ പ്രയോജനപ്പെടുത്തി പാട്ടിലൂടെ നമ്മെ ബലപ്പെടുത്തിയ പ്രിയ കർത്തൃദാസൻ, മറ്റ് കർത്തൃദാസന്മാർ, മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ യേശു പ്ലാറ്റ്ഫോമിൽ തൻ്റെ ജനത്തോട് ഒരുമിച്ച് അല്പസമയായിരിക്കാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷം നാം ദൈവവചനം ധ്യാനിക്കാൻ പോവുകയാണ്. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് അല്പസമയം നമ്മൾ ചിന്തിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. ഞാൻ കരയുന്നു, എന്റെ കണ്ണുനീരൊഴുക്കുന്നു. എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു. ശത്രു പ്രബലനായിരിക്കാൽ എന്റെ മക്കൾ നശിച്ചിരിക്കുന്നു. മതി വാക്യമാണ് അല്പസമയം നമ്മൾ ഇന്ന് പകല് ഈ സന്ധ്യാവേളയിലും രാവിലെ സമയവും നാം ചിന്തിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ വാക്യം ഇന്ന് രാവിലെ നമ്മൾ ഒരുമിച്ച് ഒന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ഇതു നിമിത്തം ഞാൻ കരയുന്നു. ഏതു നിമിത്തമാണ് ഞാൻ കരയുന്നത്? 15-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. എന്റെ നടുവിലെ സകല ബലവാന്മാരെയും കർത്താവ് നിരസിച്ചു കളഞ്ഞു. എന്റെ യൗവനക്കാരെ തകർത്ത് കളയേണ്ടതിന് അവൻ എന്റെ നേരെ ഒരു ഉത്സവ യോഗം വിളിച്ചുകൂട്ടി. യഹൂദാ പുത്രിയായ കന്യകയെ കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതു നിമിത്തമാണ് ഞാൻ കരയുന്നത്. കർത്താവ് നമ്മെ ചില ചക്കിനകത്ത് ഇടാൻ ദൈവത്തിന് താല്പര്യമാണെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം നമുക്കായി വെളിപ്പെടും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാവിലെ? ദൈവം, കർത്തൃദാസൻ മുമ്പേ പാടിയതുപോലെ, ദൈവം ചില പരീക്ഷകളിലൂടെ നമ്മളെ വിടും.
ആ പരീക്ഷ ഒരിക്കലും താഴ്ചയ്ക്കല്ല, ആ പരീക്ഷ നമ്മെ ഉയർത്താൻ വേണ്ടിയാ. പക്ഷേ നാം ആ പ്രോസസ്സിലൂടെ കടക്കണം. നാം ആ പ്രോസസ്സിലൂടെ കടക്കുമ്പോൾ നാം ദൈവത്തോട് പിറുപിറുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ കർത്താവ് ഇങ്ങനെ വചനത്തിലൂടെ പറയുകയാണ്, നമ്മെ ചില പരീക്ഷകളിലൂടെ കടത്തുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പറയുന്നു, നാം ഭയപ്പെടരുത്, നാം ഭാരപ്പെടരുത്, നാം പിറുപിറുക്കരുത്. അതിന്റെ പിന്നിൽ ദൈവത്തിന് നമ്മെ മാനിപ്പാനുണ്ട്. ഞാൻ ആ ഭാഗം വിടുകയാണ്, ശ്രദ്ധിക്കുക. ഇതു നിമിത്തം ഞാൻ കരയുന്നു. അപ്പോൾ ഞാനിപ്പോൾ കിടക്കുന്നത് ചക്കിനകത്ത. ആരാണ് ചക്കിനകത്ത് കിടക്കുന്നത്? യഹൂദ പുത്രിയായ കന്യക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തിനാണ് ഞാൻ നിന്നെ ചക്കിനകത്തിട്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചക്കെന്ന് പറയുമ്പോൾ തന്നെ ചില വേദനയുടെ അനുഭവമാണ്. ആമേൻ. ചില ഒറ്റപ്പെടുത്തലിന്റെ അനുഭവമാണ്. ചില തിക്താനുഭവങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും. ചക്കിന്റെ അനുഭവം അതാ. പക്ഷേ കർത്താവ് ചക്കിനകത്തിട്ടാൽ ദൈവം നിന്നെ ഒരു അഭിവൃദ്ധിയിലേക്ക് നയിപ്പാൻ വേണ്ടിയാ. യിരെമ്യാ പ്രവചനം എടുത്ത് യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 3-4 വാക്യം കൂടെ നമുക്ക് ഇതിനോട് ചേർന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം എന്തിനാണ് നമ്മളെ ചക്കിനകത്തിട്ടത്? 3-4 വാക്യം. ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അടുത്ത വാക്യം. ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നൊരു നിരയിൽ പുറപ്പെടും. മതി നോക്കിയേ, എന്തിനാണ് നിന്നെ ചക്കിനകത്തിട്ടത്? പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യം. എന്തിനാ ഞാൻ നിന്നെ ചക്കിനകത്തിട്ടത്? ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി തരുവാൻ വേണ്ടിയാ, അഭിവൃദ്ധി വരുത്തുവാൻ വേണ്ടിയാ ഞാൻ നിന്നെ ചക്കിനകത്തിട്ടത്. ആമേൻ. ദൈവം അനുവദിപ്പിച്ച ചില ചക്കിലൂടെ പോകുന്നവർ ഇന്ന് രാവിലെ മെസ്സേജ് കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, ദൈവം അനുവദിപ്പിച്ച ചക്കിലൂടെ കടന്നു പോകുന്ന ചിലർ ഈ മെസ്സേജ് ഇന്ന് രാവിലെ സമയം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, താഴ്ത്തുവാനല്ല, ഒരു അഭിവൃദ്ധി പ്രാപിക്കാനാ. ആമേൻ. ഞാനിന്ന് ആമേൻ ഈ ദൂത് പറയുമ്പോൾ ആമേൻ ഭൗതിക അഭിവൃദ്ധിയെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇന്നലകളിൽ നമ്മിൽ വെളിപ്പെടാത്ത ആത്മീക അഭിവൃദ്ധിയും ഈ ദിവസങ്ങളിൽ നാം പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് നാം ചെയ്യേണ്ടുന്നത് എന്താണ്? അതേ പ്രവാചകൻ യിരെമ്യാവ് പറയുകയാ. എന്നാ ചെയ്യണം? ആമേൻ. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 2:18 ഞാൻ തന്നെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. അവരുടെ ഹൃദയം കർത്താവിനോടും നിലവിളിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. എന്നാ ഇന്ന് ആത്മീക അഭിവൃദ്ധി പ്രാപിപ്പാൻ കഴിയാത്തത്? ആമേൻ. ആത്മീയമായി ഒരു മുന്നേറ്റം ലഭിക്കാൻ കഴിയാത്തതിന്റെ കാരണം പണ്ടത്തെ പോലെ ഒരു കാലം നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. ഇതേ പ്രവാചകൻ 5-ാം അധ്യായം 21 പറയുന്നുണ്ട്. ആമേൻ. ഇങ്ങനെയാണ് പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ആമേൻ. സ്തോത്രം. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുടെ മേൽ
ശത്രു പ്രബലനായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് തലമുറ വിഷയങ്ങളുടെ മേൽ ഇന്ന് ശത്രു പ്രബലനായിരിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ശത്രു പ്രബലനായിരിക്കുന്നു? നാം ദൈവത്തിങ്കൽ നിന്നും അകന്നുപോയതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ സമയം, ഇന്ന് സന്ധ്യാസമയം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്നടുത്തു വന്നാൽ അവൻ നമ്മെ കടാക്ഷിക്കുന്ന പകലാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുന്ന പകലാണെന്ന് ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൂത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു. ചക്കിനകത്ത് അവൻ നമ്മെ ഇടുന്നത്, ആമേൻ, സ്തോത്രം, ഈ ചക്കിലൂടെ നീ കടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കയ്പിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. ഹല്ലേലൂയ. മുമ്പേ ആ പാട്ട് പാടിയപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞില്ലേ, ചില മാറയുടെ അനുഭവങ്ങള്. ഹല്ലേലൂയ. ചില മാറയുടെ അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിടും. എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നും നീ മാറയായി മാറാനല്ല, നിനക്കൊരു മധുരമുള്ള ഒരു ദിവസം വെളിപ്പെടും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് മാറയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് ആമേൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുകയാ, നമ്മുടെ മാറയുടെ അനുഭവത്തെ അവൻ മധുരമാക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവർ കർത്താവിന് ഇന്ന് രാവിലെ സമയം സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ആമേൻ, സ്തോത്രം. മൊയ്യേ, ചക്കിനകത്ത് കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇനി ഒരു ദൂതോടെ എന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ആമേൻ, സ്തോത്രം, നമുക്ക് ചവിട്ടാൻ ദൈവം ചില അധികാരം തന്നിട്ടുണ്ട്. ആരെ ചവിട്ടാനാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന ദേശാധിപതിയെ ചവിട്ടാൻ ദൈവം നമുക്കൊരധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മളെ ചില കഷ്ടതയിലൂടെ, ദൈവം അനുവദിക്കുന്ന കഷ്ടതയുണ്ട്, എന്നാൽ അല്ലാതെ ചില കഷ്ടതയിലൂടെ, അല്ലാതെ ചില ദണ്ഡനങ്ങളിലൂടെ ശത്രു നമ്മളെ കടത്തിവിടും. ദേശത്തിലെ അധിപതി നമ്മളെ കടത്തിവിടും. ആ സമയത്ത് നാം ചെയ്യേണ്ടുന്ന കാര്യം ധൈര്യം പ്രാപിച്ച്, ദൈവകൃപ പ്രാപിച്ച് ആ ശത്രുവിനെ നമുക്ക് ചവിട്ടണം. എങ്ങനെ ചവിട്ടണം? കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെ ദേശാധിപതി ശക്തിയെ നമുക്ക് ആത്മാവിൽ ചവിട്ടാൻ ഒരധികാരം വേണം. ശരിയാണെന്ന് നോക്കാം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 25-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഞാൻ ഒരുത്തനെ വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ചു, അവൻ വന്നിരിക്കുന്നു. സൂര്യോദയ ദിക്കിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ എന്റെ നാമത്തെ ആരാധിക്കും. അവർ വന്ന് ചെളിയെ പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്ന പോലെയും ദേശാധിപതികളെ ചവിട്ടും. അപ്പം ആരെ ചവിട്ടണം? ആരെ ചവിട്ടണം ഇന്ന് പകൽ? ദണ്ഡനം തരുന്ന, രോഗം തരുന്ന, തലമുറയെ കുറിച്ചുള്ള ആദി തരുന്ന ദേശാധിപതിയെ ഇന്ന് രാവിലെ സമയം ചവിട്ടാൻ ഒരു അധികാരം ആവശ്യമാണ്. ഇതിനകത്തിരിക്കുന്ന ചില മാതാക്കളോട് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുകയാ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ട്, വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവരോട് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ഒരു ദൂത് പറയുകയാ. ചവിട്ടാൻ ആരെ ചവിട്ടാനാ? ദേശാധിപതിയെ ചവിട്ടാൻ ഇന്ന് പകൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുക, ഒരു പുതിയ അധികാരം തമ്പുരാൻ തരാൻ പോവാ. സ്തോത്ര. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഞാൻ മടങ്ങി വരികയാ.
ആമേൻ ആമേൻ. ഇതു നിമിത്തം ഞാൻ കരയുന്നു. കാരണം എന്റെ മക്കളെ ശത്രു ചവിട്ടുകയാ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ശത്രു ചവിട്ടിക്കളയുകയാ. അവരുടെ ഉന്നമനത്തെ, അവരുടെ ഭാവിയെ, അവരുടെ കുടുംബ ജീവിതത്തെ, അവരുടെ ആത്മീയ തലങ്ങളെ ശത്രു ചവിട്ടുക. ഇന്ന് പകൽക്കാലം അത് നിമിത്തം ഞാൻ കരയുന്നു, അത് നിമിത്തം ഞാൻ കരയുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, ഇന്ന് പകൽ ദൈവം നമ്മുടെ മേൽ ഒരധികാരം തന്ന് അവനെ ചവിട്ടാൻ, ദേശാധിപതിയെ ചവിട്ടാൻ ഇന്ന് പകൽ ദൈവം നമുക്കൊരധികാരം തരികയാണ്. ആ അധികാരം എന്തിനാ തരുന്നതെന്നറിയാമോ? ഇനിയും ശത്രു നമ്മുടെ നേരെ പ്രബലനാകരുത്. വചനത്തിന്റെ ശക്തി ഇന്ന് രാവിലെ സമയം വെളിപ്പെടുകയാ. വചനത്തിന്റെ ദൂത് ചില വീടിനകത്ത്, ചില തലമുറയുടെ മേൽ ഈ രാവിലെ സമയം വിടുതലായി വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. ചില വിഷയങ്ങളെ ദേശാധിപതി ഒതുക്കി വെച്ചിരിക്കുന്നത് പോലെ, കെട്ടിവെച്ചിരിക്കുന്നത് പോലെ, ബന്ധിച്ചു വെച്ചിരിക്കുന്നത് പോലെ, സ്വസ്ഥതയെ കെടുത്തുന്നത് പോലെ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് ഒരു വലിയ വിടുതൽ വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാ. ജയം. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണോ? ഇതു നിമിത്തം ഞാൻ കരയുന്നു, എന്റെ കണ്ണുനീരൊഴുക്കുന്നു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അടുത്ത വാക്യം ഒത്തിരി പരിശുദ്ധാത്മ ചിന്തിപ്പിച്ചതാ. എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസം എന്നോട് അകന്നിരിക്കുന്നു. വിലാപങ്ങൾ 1:16 ഞാൻ വായിക്കുന്നത്. ആമേൻ. എന്നെ തണുപ്പിക്കേണ്ടുന്ന, എന്റെ വിഷയത്തെ തണുപ്പിക്കേണ്ടുന്ന, എന്റെ തലമുറയെ തണുപ്പിക്കേണ്ടുന്ന, എന്റെ സഭയെ തണുപ്പിക്കേണ്ടുന്ന, എന്റെ ശുശ്രൂഷയെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ ഇന്ന് അകന്നിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ ആത്മാവിൽ ആ ദൂത് ഇങ്ങനെ പറയാം, ആശ്വാസപ്രദൻ അകന്നിട്ടില്ല, നാം ആശ്വാസപ്രദനോട് അകന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് നാം അകന്നെന്നറിയാമോ? നമ്മുടെ വാഗ്ദത്തങ്ങൾ നടന്നില്ല. വെറുവെറുപ്പ് നിമിത്തം, പ്രൈസ് ദി ലോർഡ്, സംശയ വിചാരം നിമിത്തം നാം അവനോട് അകന്നുപോയി. ഇന്ന് പകൽക്കാലം രാവിലെ സമയം പരിശുദ്ധാത്മ പറയുകയാ, അകന്നുപോയ നാം അവനോട് ഇന്ന് പകൽ ചേർന്നിരിക്കുമെങ്കിൽ, പറ്റിയിരിക്കുമെങ്കിൽ, ആമേൻ, ഈ വചനം പറയുമ്പോൾ ചില ഭവനങ്ങളിൽ വിടുതൽ വ്യാപരിക്കുകയാണ്, ചില തലമുറകളിൽ വിടുതൽ വ്യാപരിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവിൽ ഈ വചനവും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട് എന്നെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു, എന്നോട് അകന്നിരിക്കുന്നു. അകന്നു പോയാൽ അടുത്ത കാര്യം ശ്രദ്ധിച്ചോണേ, ശത്രു പ്രബലനാകും. ആമേൻ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അകന്നു പോയാൽ, ആരകന്നു പോയാലാ? ഒന്ന് പറഞ്ഞേ, ആരകന്നു പോയാലാ? നിങ്ങൾ മിണ്ടുന്നില്ല. നാം ആശ്വാസപ്രദനോട് അകന്നു പോയാൽ ആര് പ്രബലനാകും? ജിബിൻ ജോയ്, ആര് പ്രബലനാകും? ശത്രു പ്രബലനാകും. ആമേൻ. ആ ബ്രദറിനോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുകയാ, നാം അവനോട് ചേർന്നിരുന്നാൽ ശത്രു പ്രബലനാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നാം അവനോട് അകന്നു പോയാൽ ശത്രു പ്രബലനാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു പ്രബലനാകാൻ അനുവദിപ്പിക്കരുത്. ഞാൻ ഇന്ന് ഈ വചനമെടുത്തപ്പോൾ എന്നോട് ദൈവാത്മാ പറഞ്ഞത് യൗവനക്കാരോടുള്ള ബന്ധത്തിൽ ചില ദൂതുകൾ പറയാനാ. ആമേൻ. അപ്പം പ്രായമുള്ളവർ ചോദിക്കും, ഞങ്ങളോടൊന്നും ഇല്ലയോ എന്ന്. ഇന്ന് പകൽക്കാലം യൗവനക്കാരോടും യൗവനക്കാരികളോടും മാതാപിതാക്കന്മാരോടുമായി ഈ ശബ്ദം ഞാൻ കൈമാറുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണേ. അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യൗവനക്കാരെ തകർത്ത് കളയാൻ. അപ്പൊ നോക്കിയേ, ശത്രുവിന്റെ ലക്ഷ്യം ആരാണെന്ന് നോക്കിക്കേ. ശത്രുവിന്റെ ലക്ഷ്യം ആരാ? നമ്മുടെ തലമുറകളാ, യൗവന തലമുറകളാ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ,
ആമേൻ. എന്റെ നാളുകളെ 4 വിരല് നീളമാക്കിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഞാൻ ആ 4 വിരലിനെ കുറിച്ചൊന്ന് പറയുക. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. നിങ്ങളുടെ 4 വിരലെടുത്തിട്ട് അതിനകത്ത് തലയെടുപ്പ് ഇതിനാ നോക്കിക്കേ. ഒന്ന് പറഞ്ഞാട്ട്, ഞാൻ ഒന്നുകൂടെ പറയാം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതിനകത്ത് തലയെടുപ്പ് ഏതിനാ? യൗവനം. അപ്പൊ ആരോടാ പോരാട്ടം നോക്കിക്കേ? ആരോടാ പോരാട്ടം? യൗവനക്കാരോട്. യൗവനക്കാരോടാ. നോക്കിക്കേ, ഇന്ന് യൗവനക്കാര് ദൈവത്തിങ്കൽ നിന്നും അകന്നു പോകുകയാ, അകന്നിരിക്കുകയാ. അതുകൊണ്ടല്ലേ ശത്രു പ്രബലനാകുന്നത്. എന്തുകൊണ്ട് നമ്മുടെ തലമുറകൾ അകലം വിടുന്നു? ഒന്ന് ഞാൻ പറയാം. അവരിൽ ദൈവം കൊടുത്ത വാഗ്ദത്തം നിവർത്തിക്കുന്നില്ല. ദൈവം പറഞ്ഞ ആലോചനകൾ സംഭവിക്കുന്നില്ല. അത് നീണ്ടു പോകുന്നു. അങ്ങനെ അവരുടെ അകത്ത് ദുഷ്ടപിശാച് ആകേണ്ടാത്ത വിത്ത് കൊടുത്ത് ആ വിത്ത് വളർന്ന് അവരെ ദൈവത്തിങ്കൽ നിന്നും അകറ്റിക്കളയുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തൂന്നു പറയുകയാ. ആ വേര്, ആകേണ്ടാത്ത ആ വേര് നമ്മുടെ തലമുറകളിൽ നിന്നും ഇന്ന് പകൽക്കാലം ഇല്ലാതാകട്ടെ. സ്വോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. സ്വോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. അന്യഭാഷയിൽ അല്പസമയം എന്റെ കേൾക്കുന്ന ദൈവമക്കള് അന്നാവിടുന്ന് സ്വാത്രം ചെയ്ത് കൊടുത്ത നിന്റെ തലമുറകളെ നശിപ്പിച്ചു കളയുവാൻ, നിന്റെ തലമുറകളെ ആത്മമണ്ഡലത്തിൽ നിന്ന് മറിച്ചു കളയുവാൻ നോക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാവിലെ സമയം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശത്രു പ്രബലനായിരിക്കുകയാൽ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. വിലാപങ്ങൾ 1-ന്റെ ആമേൻ സ്തോത്രം. 15-ാമത്തെ വാക്യം, എന്റെ യൗവനക്കാരെ തകർത്ത് കളയാൻ അവൻ എന്റെ നേരെ ഉത്സവയോഗം. ചെറിയ യോഗമൊന്നുമല്ല, വലിയ യോഗം. ആർക്ക് നേരെ? എന്റെ തലമുറയ്ക്ക് നേരെ, എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് നേരെ, എന്റെ പെൺതലമുറയുടെ ഭാവിക്ക് നേരെ, എന്റെ ആൺതലമുറയുടെ ഭാവിക്ക് നേരെ. ആമേൻ. അവരുടെ കുടുംബ ജീവിതത്തിന് നേരെ. ഒരു വലിയ യോഗം, നാം അറിയാത്ത ഒരു യോഗം മറുതലത്തിൽ നമുക്കായി ശത്രു വിളിച്ചു കൂട്ടുകയാ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ദേശാധിപതിയുടെ യോഗത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അതിനെ തച്ചുലയ്ക്കുകയാ. രക്തത്താല് ജയം. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നുണ്ട്? ഇതിനകത്ത് കരയുന്ന ചില മാതാക്കളുണ്ടെന്ന് ദൈവാത്മാവനോട് പറഞ്ഞു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത്, യൗവനക്കാരെ ഓർത്ത്, യൗവനക്കാരികളെ ഓർത്ത് കരയുന്ന ചില മാതാക്കൾ ഇതിനകത്തുണ്ട്. അവരോട് ദൈവാത്മാവ് ഇന്ന് മകൾ ദൂത് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരാൻ പോകുകയാ. ശത്രുവിനെ ലജ്ജിപ്പിച്ച് തന്റെ ജനത്തിന് ഇന്ന് പകൽ അവൻ ഒരു ജയം കൽപ്പിക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ നാമേ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനാ ശത്രു പ്രബലനായത്? ശത്രു പ്രബലനാകാൻ കാരണം എന്നാ? ആമേൻ. അകലം വിട്ടതാ. നാം ആശ്വാസപ്രദനോട് അകന്നുപോയതാ കാരണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകല് ഇങ്ങനെ പ്രാർത്ഥിക്കാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരികയാ. ഞങ്ങളെ നിങ്കലേക്ക് ഒന്ന് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ കാലം ഒന്ന് പറയാം. ഏത് കാലമാ? പണ്ടത്തെ കാലം.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മാതാക്കളോട് പറയും, പണ്ടത്തെ കാലം ഒന്ന് പുറകിലൊക്കെ തിരിഞ്ഞു നോക്കിക്കേ. ഉണ്ണാനും ഉടുപ്പാനും ഇല്ലാത്ത ഒരു കാലം. അന്ന് ദൈവത്തെ നന്നായി നാം അറിഞ്ഞു, നന്നായി നാം ആരാധിച്ചു. അന്ന് നാം ദൈവത്തെ നന്നായി ആമേൻ സ്തോത്രം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് ആ കാലം മറന്നുപോയി. തലമുറകൾ മറന്നു, മാതാപിതാക്കന്മാർ മറന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവാത്മാ പറയുകയാ, ആ ഒരു കാലത്തിനായി നമുക്ക് പ്രാർത്ഥിക്കണം. ഏത് കാലം? ഞങ്ങൾ മടങ്ങി വരുവാ, ഞങ്ങൾ നിങ്കലേക്ക് മടങ്ങി വരികയാ. ഞങ്ങൾക്ക് ആ കാലം ഒന്ന് വെളിപ്പെടുത്തിത്താ. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് നാം മടങ്ങി വന്നാൽ ശത്രു പറയും, ഞാൻ ഇനിയും പ്രബലനാകത്തില്ല, ഞാൻ പിന്തിരിയാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ശത്രു പിന്തിരിയണമെങ്കിൽ ഒറ്റ കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, നാം അവന്റെ അടുക്കലോളം ഒന്ന് അടുത്തു വരണം. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ച 2-3 ചിന്തകൾ പെട്ടെന്ന് ചിന്തിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇയ്യോബിനോടുള്ള ബന്ധത്തില പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങൾ ഭക്തനായ ഇയ്യോബിന് നേരെ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 4 പോരാട്ടമാ ഇയ്യോബിനെതിരെ വന്നത്. 1-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഇയ്യോബിന് നേരെ 1 അല്ല 2 അല്ല 4 പോരാട്ടം. 1-ാമത്തെ പോരാട്ടം ശെബയാരുടെ പോരാട്ടമാണ്. 2-ാമത്തെ പോരാട്ടം കൽദയരുടെ പോരാട്ടമാണ്. 3-ാമത്തെ പോരാട്ടം മരുഭൂമിയിൽ നിന്നുള്ള കാറ്റ. 4-ാമത്തെ പോരാട്ടം സ്വർഗത്തിൽ നിന്നുമുള്ള തീയ. 4 പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായത്തിൽ 4 പോരാട്ടം ആർക്കെതിരെ വന്നു? നീതിമാനെതിരെ, യഹോവ ഭക്തനെതിരെ, ദോഷം വിട്ടകലുന്നവനെതിരെ, ദൈവം ഭക്തനെതിരെ. ഈ 4 സാക്ഷ്യമുള്ള ഇയ്യോബിനെതിരെ ആമേൻ 4 പോരാട്ടം വന്നു. ഈ 4 പോരാട്ടവും ആമേൻ സ്തോത്രം ദൈവത്തിന്റെ അറിവോടുകൂടെയുള്ള പോരാട്ടമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആരുടെ അറിവോടുകൂടെയുള്ള പോരാട്ടമാ? ദൈവത്തിന്റെ അറിവോടുകൂടെയുള്ള പോരാട്ടമാ. ഈ 4 പോരാട്ടത്തിലൂടെയാണ് ഏകദേശം 8 കോടിയിൽ പരം മൃഗസമ്പത്ത് ഇയ്യോബിന്റെ നഷ്ടപ്പെട്ടത്. ആമേൻ. വേദപണ്ഡിതാക്കൾ പറയുന്നത് 8 കോടിയിൽ പരം മൃഗസമ്പത്ത്, 10 മക്കള്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഞാനൊരു ദൂത് പറയാം. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെയാണ് പറയുന്നത്. 119-ാം സങ്കീർത്തനം 122-ാം വാക്യത്തിൽ പറയുന്നു, അടിയന്റെ നന്മയ്ക്കു വേണ്ടി നീ ഉത്തരവാദി ആയിരിക്കണമേ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അടിയന്റെ നന്മയ്ക്കു വേണ്ടി നീ ഉത്തരവാദി ആയിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദോഷം വിട്ടകലുന്ന യഹോവ ഭക്തനായ, നേരുള്ളവനായ, നിഷ്കളങ്കനായ മനുഷ്യന്റെ ആമേൻ ആമേൻ സ്തോത്രം നന്മയ്ക്ക് ഒരു ഉത്തരവാദി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവില്, ഇന്ന് സന്ധ്യാവേളയിലും ആത്മാവില് ചിലരെ തൊട്ടു ദൂത് പറയുക. സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും ചിലരെ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. ഇങ്ങനെയാ പറയുന്നത്, ചിലത് നഷ്ടമാക്കി കളഞ്ഞു. ആരുടെ അറിവോടുകൂടെയാണ്? നോക്കിക്കേ, ദൈവത്തിന്റെ അറിവോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം അറിയാതെ യോവേ നിനക്കൊന്നും സംഭവിക്കത്തില്ല. ഭക്തി ത്യജിക്കുവാൻ ആമേൻ സ്തോത്രം ശത്രു പലതും നിനക്ക് നേരെ കൊണ്ടുവരും. എന്നിട്ടും ഇയ്യോബ് തന്റെ ഭക്തി മുറുകെ പിടിച്ചു. സ്തോത്ര, ഭക്തി മുറുകെ പിടിച്ചു. ഇന്ന് രാവിലെ ചിലരോടൊക്കെ ദൈവാത്മാ പറയുകയാ, ചില കഷ്ടം വരും കേട്ടോ, ചില നഷ്ടം വരും കേട്ടോ, ചില ശോധനകൾ വരും കേട്ടോ, പക്ഷേ ഭക്തി ത്യജിക്കരുത്. ഭക്തിയെ നീ മുറുകെ പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. എന്നും ഞാൻ ഒരു വാക്കൂടെ പറയാം. എന്നും
നാം സ്മൂത്തായി പോയാൽ നമ്മുടെ പ്രാർത്ഥന കുറയും. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ചില ശോധനകൾ ദൈവം തരുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാം, യോബ് അനുഭവിച്ച കഷ്ടതകൾ ഇതുവരെ നാം ആരും അനുഭവിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഒന്നും വേണ്ട. നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ ഇതുവരെയും അതിന്റെ ഒരു കൊണിശമെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. ഞാൻ ഒരു ദൂത് പറയാ, ദൈവം ചില ശോധനയിലൂടെ കടത്തിവിടുന്നത്, ആമേൻ സ്തോത്രം, നിന്റെ വിശ്വാസത്തെ ഒന്ന് അളക്കാൻ വേണ്ടിയാ. വിശ്വാസത്തെ ഒന്ന് അളക്കാൻ വേണ്ടിയാ. വിശ്വാസം ആമേൻ താണുപോയോ അതോ ഉയർന്നു നിൽക്കുന്നോ എന്നറിയുവാൻ വേണ്ടിയാണ് ദൈവം ചില ശോധനയിലൂടെ നമ്മെ കടത്തിവിടുന്നത്. ചില ശോധനകൾ എന്തിനാണെന്നറിയാമോ? ത്യജിക്കാനല്ല, അവനോട് ചേർന്നിരുന്നു പ്രാർത്ഥിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഞാൻ ഒരു ദൂതൂടെ പറയാം. യോബേ, നീ 119 സങ്കീർത്തനത്തിൽ ഭക്തൻ പാടിയില്ലേ, അടിയന്റെ നന്മയ്ക്കു വേണ്ടി നീ ആരാകണം? ഉത്തരവാദിയാകണം. ആമേൻ. അപ്പം നമുക്കൊരു ഉത്തരവാദി ഉണ്ട് കേട്ടോ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ മാതാപിതാക്കന്മാരോട് പറയാം, നമ്മുടെ തലമുറയ്ക്ക് നല്ല ഒരു ഉത്തരവാദി ഉണ്ട്. നമ്മളെക്കാട്ടിലും ഉത്തരവാദിത്വം വഹിക്കുന്ന നല്ല ഒരു പിതാവ് ഉണ്ടെന്ന്. ഒരു ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കന്മാരെക്കാട്ടിലും ഉത്തരവാദിത്വമുള്ള ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. അവരുടെ നന്മയുടെ ഉത്തരവാദി മാതാവേ നീയല്ല, പിതാവേ നീയല്ല. ആമേൻ. അവരുടെ നന്മയുടെ ഉത്തരവാദി പിതാവായ ദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. സ്തോത്രം. നീ വ്യാകുലപ്പെടേണ്ട. അതിന്റെ സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവാത്മാവിനോട് പറയുക, ഹല്ലേലൂയ, അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇനി ശ്രദ്ധിച്ചേ, യോബ് തന്റെ ഭക്തി മുറുകെ പിടിച്ചു. സ്തോത്രം. 4 പോരാട്ടങ്ങൾ അടിച്ചു, 4 സാക്ഷ്യമുണ്ട്. ഇനിയും ഈ 4കളുടെ കണക്ക് ഞാനൊന്ന് പറയാം. 4 സാക്ഷ്യം 1-ാം അധ്യായത്തിൽ 4 പോരാട്ടം. അപ്പോൾ തന്നെ യോബിന് 4 സ്നേഹിതന്മാരുണ്ട്. യോബിന് 4 സ്നേഹിതന്മാരുണ്ട്. ആരൊക്കെയാ? ബിൽദാദ്, സോഫർ, എലിഹു, പിന്നെ ഒരാളോടുണ്ട്. പ്രൈസ്. അങ്ങനെ 32-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യോബിന് 4 സ്നേഹിതന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. 4കൾ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണമേ, ഈ യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ആ വാക്യം ഒന്ന് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ്. യോബ് പറയുന്ന കാര്യം, ആമേൻ സ്തോത്രം, ആശ്വാസപ്രദനോട് ചേർന്നിരിക്കണം. യോബ് പറയുന്ന വാക്ക് 29:4. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കും, സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും. ഉണ്ടോ? എന്റെ കൂടാരത്തിന് ദൈവവുമായി ആശ്വാസപ്രദനുമായി ബന്ധമുണ്ടെന്ന് വല്ല മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ആരുമായി ബന്ധമുണ്ട്? ഈ പ്രശ്നത്തിലൂടെ ഞാൻ പോകുമ്പോൾ, ആമേൻ സ്തോത്രം, ഭാര്യ പോലും എന്നെ ത്യജിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഇന്ന് ആമേൻ ദൂത് പറയാം. ആമേൻ സ്തോത്രം. യോബ് പറയുകയാ, ദൈവത്തിന് ആമേൻ ദൈവവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. എന്നെ ഈ ബന്ധത്തിൽ നിന്നും വേർതിരിപ്പാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ജയം. അതുകൊണ്ട് പൗലോസ് പറയുന്ന വാക്ക്, റോമാലേഖനം വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. 8-ാം അധ്യായം, എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കുന്നത് ആര്? റോമാലേഖനം 8-ാം അധ്യായമാ. അതിന്റെ 32-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. മുപ്പത്തിയഞ്ചാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആർ?
കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ആമേൻ. ഇതിലൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിപ്പാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചേ, ഇയ്യോബ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. എന്റെ കൂടാരത്തിന് ആരുമായി ബന്ധമുണ്ട്? ദൈവവുമായി. ആമേൻ. നോക്കിയേ, എപ്പോഴാ ഇയ്യോബ് പറയുന്നത്? 10 മക്കളെ അടക്കി കഴിഞ്ഞ ശേഷം, മൃഗസമ്പത്ത് മുഴുവനും ചത്തുപോയ ശേഷം ഇയ്യോബ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ, എന്റെ കൂടാരത്തിന് ആരുടെ സത്യതയുണ്ട്? ദൈവത്തിന്റെ സത്യത. ആ ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ ഇയ്യോബിന് നേരെ ശത്രു ചില രേഖകളുമായി വന്നു. 31:35 വായിച്ചേ. 31:35 വേഗത്തിൽ വായിച്ചു. അയ്യോ, എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതാ എന്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തുവാ പ്രതിയോഗി എഴുതിയത്? ശുഭകാലത്തിനെതിരെ. എന്തിനെതിരെ? യവനക്കാരാ, നിന്റെ ശുഭകാലത്തിനെതിരെ. യവനക്കാരി, നിന്റെ ശുഭകാലത്തിനെതിരെ. മാതാവേ, പിതാവേ, തലമുറയുടെ ശുഭകാലത്തിനെതിരെ എന്തോ എഴുതി? ന്യായമല്ലാത്ത രേഖ. എന്തോ എഴുതി? ഒന്ന് പറഞ്ഞാട്ടെ. ജയം. ന്യായമല്ലാത്തത്, അന്യായമായത്. ഇന്ന് പകൽക്കാലം ശത്രു അന്യായമായത് എഴുതിയാലും എന്നെ ഈ സ്നേഹത്തിൽ നിന്നും വേർതിരിപ്പാൻ കഴിയത്തില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്ക് നേരെ നീ എന്തെല്ലാം എഴുതി, ആമേൻ. ഒന്നുകൂടെ പറയാം, ശത്രു നിനക്കെതിരെ മുദ്ര വെച്ചെന്ന് പറഞ്ഞാലും, ശത്രു നിനക്കെതിരെ കോട്ട കെട്ടി എന്ന് പറഞ്ഞാലും, എന്നെ ഈ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, സങ്കടമാകട്ടെ, ഉപദ്രവമാകട്ടെ, വാപത്താകട്ടെ, വാളാകട്ടെ, ഇവയിൽ നിന്നും ആമേൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ല. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ നമുക്ക് ആശ്വാസപ്രദനോടൊന്ന് ചേർന്ന് വരണം. കാരണം ആശ്വാസപ്രദനോട് ചേർന്ന് വന്നാൽ ശത്രു പ്രബലനാകത്തില്ല. ചില വിഷയത്തിനകത്ത്, നിന്റെ വീടിനകത്ത് ഐക്യതയോടെ പോകാൻ തടസ്സമായി ശത്രു പ്രബലനായിക്കൊണ്ടിരിക്കുക. ചില ഇറിറ്റേഷൻ നിന്റെ ഭവനത്തിനകത്തു കൊണ്ടിട്ട് ഐക്യതയെ കെടുത്തിക്കളയുക. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കന്മാര് പറയുന്ന വാക്ക് മക്കൾക്ക് പിടിക്കുന്നില്ല, മക്കൾ പറയുന്ന വാക്ക് മാതാപിതാക്കന്മാർക്ക് പിടിക്കുന്നില്ല. ഇത് പിന്നീട് ആമേൻ സ്വരച്ചേർച്ച വരുത്തി, ഐക്യത കെടുത്തി, ആമേൻ പ്രാർത്ഥനാന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്ന പോലുള്ള അനുഭവങ്ങൾ ഇന്ന് യേശുവിൻ നാമത്തിൽ ചില കുടുംബങ്ങളെ വിട്ടു മാറിപ്പോ. ജയം. യേശുവിന്റെ നാമത്തിൽ ഒരാമേൻ പറഞ്ഞാൽ ഇന്ന് രാവിലെ ദൈവാത്മാവിനോട് പറയുക, ചില കുടുംബത്തിനകത്ത് ദുഷ്ടപിശാച് കയറി ആത്മഹത്യയുടെ വിത്തുകൾ വിട്ട് ആമേൻ കുടുംബങ്ങളെ അകറ്റിക്കളയുവാൻ, അത് സ്വരച്ചേർച്ച വരുത്തി ഇല്ലാതെയാക്കി കളയാൻ നോക്കുന്ന ചില ഇരുട്ടിന്റെ പ്രവണതകളെ ഇന്ന് രാവിലെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഭത്സിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ ഒരു വിടുതൽ വെളിപ്പെടുന്നത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വെളിപ്പെടുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഏഞ്ചൽ മാത്യു നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു വിടുതൽ വെളിപ്പെടുകയാ. ആനി ജോർജിന്റെ ഭവനത്തിനകത്ത് ഒരു വിടുതൽ വെളിപ്പെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എലിസബത്ത് മാത്യുവിന്റെ ഭവനത്തിനകത്ത് ചില വിടുതൽ വെളിപ്പെടുകയാ. രാവിലെ ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുകയാ. ആമേൻ. ഇതിനകത്ത് റിനു എന്ന് പറയുന്ന ഒരു സിസ്റ്ററുടെ ഭവനത്തിനകത്ത് വിടുതൽ വെളിപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഇനി ഒരു ദൂതൂടെ ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം. വേഗത്തിൽ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചോണേ, ഈ ഫറവോൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. 15-ാം അധ്യായം 9-ാമത്തെ വാക്യമാ. എക്സോഡസ്, പുറപ്പാട് പുസ്തകം. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവനാൽ പൂർത്തിയാകും എന്നാര് പറഞ്ഞു? ശത്രു പറഞ്ഞു. ഞാൻ വാണൂരും നിഗ്രഹിക്കും എന്നാര് പറഞ്ഞു? ശത്രു പറഞ്ഞു. നിന്നെ നോക്കി ചിലത് പറയുന്നുണ്ട്, പറയുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതുവരെ നിന്നെ തൊട്ടിട്ടില്ല, നിന്നെ പിന്തുടരാൻ പറ്റത്തില്ല. കാരണം നീ ആശ്വാസപ്രദനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട്, നീ ആശ്വാസപ്രദനോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് അവര് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നീ ആശ്വാസപ്രദനെ വിട്ടു പോയാൽ അവർ നിന്നെ പിന്തുടരും, പിടിക്കും, നിന്നെ വാളൂരി നിഗ്രഹിക്കും. രക്തത്താലും ജയം. അതുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുകയാ, നമുക്ക് ആശ്വാസപ്രദനോട് ചേർന്നിരിക്കണം. ആരോട് ചേർന്നിരിക്കണം? ആശ്വാസപ്രദൻ എന്ന് പറഞ്ഞാൽ ദുഃഖവേളയിലും ആശ്വാസത്തിലും സന്തോഷത്തിലും ആമേൻ ആശ്വാസപ്രദൻ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സന്തോഷമാണ്, അത് നമുക്കൊരു ആനന്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആശ്വാസപ്രദൻ നമ്മളോട് ചേർന്നിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. വിലാപങ്ങൾ 2-ന്റെ-19 വാക്യം. രാത്രിയിൽ യാമാർത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവ രക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈ മലർത്തുക. നോക്കിക്കേ, ആശ്വാസപ്രദൻ നമ്മളോട് അടുത്തു വരണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, നിലവിളിക്കാം നാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം, നിലവിളിക്കാം നാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം. യാമാരംഭത്തിൽ ഈ പാട്ട് നോക്കിക്കേ, വിലാപങ്ങൾ പാടുന്ന പാട്ട് ശ്രദ്ധിച്ചേ. എപ്പോഴെഴുന്നേൽക്കണം? രാത്രിയിൽ ഈ യാമാരംഭത്തിങ്കൽ ഈ എഴുന്നേറ്റ് നിലവിളിക്ക. എന്തിന് നിലവിളിക്കണം? ശത്രു പ്രബലനാകാതിരിപ്പാൻ. യൗവനക്കാരുടെ മേൽ ശത്രു പ്രബലനാകാതിരിപ്പാൻ നാം ഈ എഴുന്നേറ്റ് നിലവിളിക്കണം. എന്നിട്ട് പറയുകയാ, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരണം. അതാ യിരെമ്യാ പറഞ്ഞത്, ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു കാലം കർത്തൃസന്നിധിയിൽ പകരാൻ. കർത്താവിന്റെ ദാസൻ ചാർലി ഡാനിയൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പകരുന്ന ചില വിഷയം, ദൈവസന്നിധിയിൽ
ആമേൻ കൊടുക്കുന്ന ചില അപേക്ഷകൾക്ക് എന്നെ ആത്മാവ് കാണിക്കുന്നു ഒരു സൈൻ വെളിപ്പെടാൻ പോവാന്നാണ്. സ്തോത്രം. എനിക്കറിയില്ല, ദൈവാത്മാവരോട് അങ്ങനെ പറയുന്നു. ആമേൻ. പ്രാർത്ഥനയിൽ കൊടുത്ത ചില വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ സൈൻ വെളിപ്പെടുന്നത്, ഒപ്പ് വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ ആ ഒപ്പ് വെളിപ്പെട്ട് വരും. അത് കരങ്ങളിൽ ലഭിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി ഇന്ന് രാവിലെ സമയം ആലോചന കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിയേ, വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. സ്തോത്രം. ഇനി ഞാൻ വേഗത്തിൽ പറയാം. ഹല്ലേലൂയ. ആർക്ക് നോക്കിയ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. നമ്മുടെ തലമുറയുടെ വിടുതലിന് വേണ്ടി അവന്റെ സന്നിധിയിൽ നമുക്ക് കൈമലർത്താം. നശിച്ചു പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാലം, ഒത്തിരി യൗവനക്കാരികളും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാ നാം ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം, ഇന്ന് സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. ശത്രു പ്രബലനാകരുത്. ശത്രു പ്രബലനാകാതിരിപ്പാൻ നാം ചെയ്യേണ്ടിയ കാര്യം യാമാരംഭത്തിങ്കൽ, രാത്രിയുടെ യാമാരംഭത്തിങ്കൽ ഈ എഴുന്നേറ്റും നിലവിളിക്കണം. ഇന്ന് പകൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്റെ തല നിറയെ എനിക്ക് വെള്ളം വേണം കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരമ്യാവ് പറയുന്നുണ്ട്. അങ്ങനെ ഇരമ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ തല നിറയെ എനിക്ക് വെള്ളം വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ തല നിറയെ വെള്ളവും എന്റെ കണ്ണു നിറയെ കണ്ണുനീരും എനിക്ക് തരണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്നവരെ നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ തല നിറയെ ഞങ്ങൾക്ക് വെള്ളം താ, ഞങ്ങളുടെ കണ്ണു നിറയെ ഞങ്ങൾക്ക് കണ്ണുനീരും കൂടെ താ. എന്തിന്? ആമേൻ, ആമേൻ. തകരുന്ന, നശിച്ചു പോകുന്ന ചില യൗവനക്കാരുടെ വിടുതലിനായി ഞങ്ങൾക്ക് കണ്ണുനീരുത്താ. പ്രൈസ് ദി ലോർഡ്. ആശ്വാസപ്രദനോട് നമുക്ക് അങ്ങനെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, ഞാനൊരു ദൂത് പറയാം. നാളെയല്ല വിടുതല്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വിടുതലായി വെളിപ്പെടുകയാ, അത് അത്ഭുതമായി വെളിപ്പെടുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് വിടുതലായി വെളിപ്പെടട്ടെ, അത് വിടുതലായി വെളിപ്പെടട്ടെ. നമുക്ക് ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം. ദേശാധിപതികളുടെ പോരുകളെ ശാസിച്ച് നമുക്ക് ആത്മാവിലൊന്നും മുന്നേറാം. ഒരു പുതിയ വിടുതലുകൾ, ഒരു പുതിയ നന്മകൾ നമുക്കായി ദൈവം നൽകി തരട്ടെ. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വായിച്ച വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നിമിത്തം ഞാൻ കരയുന്നു, എന്റെ കണ്ണുനീരൊഴുക്കുന്നു. എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു. ശത്രുപ്രബലനായിരിക്കുകയാൽ എന്റെ മക്കൾ നശിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, നമ്മുടെ മക്കൾ നശിക്കത്തില്ല. നമ്മുടെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ ഭാവി കർത്താവിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠകരവുമായി മാറും. ഇതിനകത്ത് തലമുറകളെ ഓർത്ത് നിലവിളിക്കുന്ന ചിലരുണ്ട്. അവരുടെ ഭാവി എന്താകുമെന്ന്, അവരുടെ കുടുംബജീവിതം എന്താകുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പറയാം. നിന്റെ തലമുറ നശിക്കുവാൻ പിശാച് കാണാൻ ആഗ്രഹിക്കും. പക്ഷെ ദൈവാത്മ പറയുകയാ, നിന്റെ തലമുറ നശിക്കത്തില്ല, അവർ നന്മ പ്രാപിക്കും, അവരെ തിന്മ തൊടുകയില്ല. ആമേൻ. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും കേട്ടോ, തിന്മ തൊടുകയില്ല കേട്ടോ. ആമേൻ. നന്മ പ്രാപിച്ചു മുന്നേറുവാൻ
സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മെ ഒരു ശക്തിക്കും വേർപിരിപ്പാൻ കഴിയത്തില്ല. ദൈവ കൃപയിലും ദൈവശക്തിയുടെ അകത്തുമാണ് നാം ആയിരിക്കുന്നത്. ആ കൃപ പ്രാപിച്ച് മുന്നേറുവാൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുക. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഇതിനകത്ത് സിസിലി സണ്ണി എന്ന് പറയുന്ന ഒരു മാതാവിനെ ഞാൻ കാണുകയാണ്. മാതാവേ, പ്രാർത്ഥിക്കുന്ന 2 വിഷയങ്ങൾ ആത്മാവിനെ കാണിക്കുന്നു. ആ 2 വിഷയത്തിനകത്ത് ദൈവഹിതം വെളിപ്പെടാൻ പോകുകയാണ്. ഇതിനകത്ത് ലാലി കോശി എന്ന് പറയുന്ന ഒരു ആന്റിയെ ഞാൻ കാണുകയാണ്. ലാലി കോശി, ദൈവാത്മാവ് ഒരു വിടുതൽ കൽപ്പിക്കും. ചില പ്രാർത്ഥനയുടെ റിസൾട്ട് നിന്റെയും ഭവനത്തിനകത്ത് ഞാൻ വെളിപ്പെടുത്തും. മാത്യു എന്ന് പറയുന്ന ഒരു അച്ഛനെ ഞാൻ കാണുന്നു. ബൈബിള് വായിച്ചെന്ന അച്ഛൻ ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്ന അച്ഛ, ആയുസ്സിനോട്, ആരോഗ്യത്തോട് വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളി. ആയുസ്സിനോടും ആരോഗ്യത്തോടും വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളി. അത് ദേശത്തിലെ അധിപതിയാണ്. ചവിട്ടാൻ ഒരു ബലം ഞാൻ തരും, ചവിട്ടാൻ ഒരു ബലം തരും. മുമ്പേ ബൈബിൾ വായിച്ചെന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന സഹോദരൻ ദാസനോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുകയാ, ശത്രു പ്രബലനാകാൻ അനുവദിപ്പിക്കരുത്. ചില വിഷയത്തിന്റെ മേൽ ശത്രു പ്രബലനാണ്. എങ്ങനെ എന്ന് നീ ചോദിക്കുന്നു. പക്ഷെ അടുത്ത 17 ദിവസത്തിനുള്ളിൽ ഒരടയാളം ചില വിഷയത്തിന്റെ മേൽ ഞാൻ വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവാലോചന പറയുന്നു. ഉടമനസിയാമ്പൽക്കമനാദി അടകൽക്കടകജന രകതനാദികരകടകസിയാര. ഈ ജനത്തെ ഇന്ന് പകൽ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ അങ്കിളിനെ, ആന്റിയെ, അവരുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെയും ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്നലെ പകൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്ന ആമേൻ ആമേൻ അധികാരത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ബഹുമാന്യരവരോട് പ്രത്യേകം നന്ദി പറയുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ മോള് 12th CBSE എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്നു. ആമേൻ. അടുത്ത ദിവസങ്ങളിൽ റിസൾട്ട് വരുന്നു. നല്ല റിസൾട്ടിനായി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ എനിക്ക് ആന്ധ്രയിൽ ഗ്രാമങ്ങളിൽ പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ചൊവ്വാഴ്ച ഗ്രാമങ്ങളിലേക്ക് പോകുകയാണ്. എന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സൂണർ പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിൻ്റെ ദാസന് ആശ്വാസപ്രദൻ നമ്മളോട് അകന്നിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച്, പ്രത്യേകമായി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് ആശ്വാസപ്രദൻ അകന്നിരിക്കുകയല്ല, നമ്മൾ അകന്ന് പോയത് കൊണ്ട് ആണ്. നമ്മൾ ജീവിതത്തിലെ പ്രയാസ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയി. ആ പ്രാർത്ഥന പണ്ടത്തെ പോലൊരു നല്ല കാലം, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാലങ്ങളിൽ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിച്ച് നാം സമൃദ്ധിയുടെ കാലങ്ങളിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ശത്രു പ്രബലനായി അടുത്തു വരുന്നു. അവനെ ചവിട്ടുവാനുള്ള ബലം നമ്മളിൽ പകർന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾക്ക് അതിന് കഴിയാത്തവരെ ആയി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ശത്രു പ്രബലനാകാതിരിപ്പാൻ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നമ്മൾക്കും നമ്മളുടെ കൂട്ടുവിശ്വാസികൾക്കും നമ്മളുടെ തലമുറകൾക്കും വേണ്ടി മധ്യസ്ഥത കഴിച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങിപ്പോകാതെ അതിൻ്റെ നടുക്കുള്ള ആ ബ്രെയിനിൽ ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ കാലങ്ങളിൽ ഇതെടുത്ത് ഉപയോഗിക്കുവാൻ, പഠിക്കുവാനുള്ളൊരു കൃപ
ദൈവം നമ്മൾക്ക് തരട്ടെ. കർത്താവിൻ്റെ ദാസനെയും തൻ്റെ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. യാത്ര ചെയ്യുമ്പോൾ, ആന്ധ്രയിലൊക്കെ പോകുമ്പോൾ കാത്തു പരിപാലിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കേണ്ടതിന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ജോയ് പാസ്റ്റർ നമ്മളോട് കൂടെ ഉണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. വളരെ ആഴമേറിയ ദൈവശബ്ദം ഇന്ന് പകലിൽ കേൾപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഇത് നിമിത്തം ഞാൻ കരയുന്നു, എൻ്റെ കണ്ണുനീരൊഴുക്കുന്നു. എൻ്റെ പ്രാണനെ തണുപ്പിക്കേണ്ടതിന് ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു. ശത്രുപ്രബലനായിരിക്കയാൽ എൻ്റെ മക്കൾ നശിച്ചിരിക്കുന്നു എന്ന വചനത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മുടെ ഇടപെട്ടല്ലോ. കേട്ട ദൂതുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളിത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് നിമിത്തം ഞാൻ കരയുന്നു. ഏത് നിമിത്തം എന്നത് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കപ്പെട്ട ചില അകൽച്ചകൾ നിമിത്തം പല പ്രതിസന്ധികളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നെങ്കിലും ദൈവാത്മാവേ, ഇന്ന് പകലിൽ ഒരു ജയം ഞങ്ങൾക്കായിട്ടുണ്ട് എന്ന് മടങ്ങി വന്നാൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശത്രുപ്രബലനാകാൻ ദൈവം സമ്മതിക്കരുതേ. യോബിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ രക്ഷയോടകന്നിരിക്കുന്നു, അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നു. ഈ കാലഘട്ടങ്ങളിൽ വാതിൽക്കൽ തകരുന്നൊരു തലമുറയല്ല കർത്താവേ, പകരം ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരായിരിക്കുന്ന ഒരു തലമുറ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകേണ്ടതിന് ആശ്വാസപ്രദം ഞങ്ങളുടെ വലം കൈക്ക് പിടിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് അവിടത്തോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് ഈ നിമിഷം ഞങ്ങളെ കേൾപ്പിച്ച ദൂതുകൾ ഞങ്ങൾ ആഴമായി ഏറ്റെടുക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിടുതലുകൾ നടന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ അകന്നു പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുന്നുണ്ട് കർത്താവേ. അവിടുത്തെ രക്തം കൊണ്ട് കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ പിതാവേ, എവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീര് ഉറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് കോപത്തിൻ്റെ വടി കൊണ്ട് കഷ്ടത കണ്ട കരയുന്ന പ്രവാചകനായ യിരെമ്യാവ് പറഞ്ഞതുപോലെ ഈ നാളുകളിൽ രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ ദൈവസന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഓലോല കണ്ണുനീരൊഴുക്കി ആശ്വാസപ്രദനോട് ചേർന്നിരിക്കുവാൻ പിതാവേ, എവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടാരത്തിന് നിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും എൻ്റെ തലമുറകൾ ഹല്ലേലൂയ എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്തൊരു ശുഭകാലത്തെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് യോബ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ഒരാത്മീക ശുഭത ഞങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പിതാവേ, എവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസ് പാസ്റ്റർ സൂണർ ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കണമേ. തൻ്റെ തലമുറയുടെ വിഷയം ദൈവം തന്നെ ഓർപ്പിച്ചല്ലോ. ഒരു ഉന്നതമായിരിക്കുന്ന ജയത്വ ദൈവോടൊന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മിനിസ്ട്രിയോടുള്ള യാത്രകളിലെല്ലാം കോറേശന് മുൻപ് കടന്നുപോയ ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് തന്നെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്ത മുഴുവൻ ദൈവമക്കളെയും മീഡിയ ിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോടും പുറത്തു പറയാതെ അഭിമാനം ഓർത്ത് ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഒതുക്കി വെച്ച് തലമുറകളെ ഓർത്ത് കരയുന്ന വിഷയങ്ങൾക്ക് ഒരറുതി വരുത്തി മറുപടികൾ ദൈവം തെളിയിക്കേണ്ടതിന് പിതാവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. പല രാജ്യങ്ങളിൽ പല വ്യത്യസ്ത ടൈം സോണുകളിലായിരുന്നു കൊണ്ട് ഇത് കേട്ട മുഴുവൻ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. വിശേഷാൽ
തോമസ് മത്തായങ്ങളിനായി പ്രാർത്ഥിക്കുന്നു, ലിൻഡ എനിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രായത്തിൽ ഈ മിനിസ്ട്രിയിലൂടെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്ന് അനേകർക്ക് പ്രയോജനകരമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും ദൈവത്തിൻ്റെ സമയം വരെയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തങ്ങളിലൂടെ ദൈവം തെളിയിക്കണമേ. ഈ മിനിസ്ട്രിയെ ശക്തമായി ഇവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി നിന്റെ നാമം ചൊല്ലി നിന്റെ ജനത്തെ ബ്ലസ് ചെയ്യുക. എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിന്റെ ചിതാമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം, കൂട്ടായ്മ, കാവൽ നാം ഇവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഈ മിനിസ്ട്രിയോടും വിശേഷാൽ ഇന്ന് രാത്രി ഇന്ന് പകലിൽ ഐശ്വര്യമായി ദൈവജനശ്വരോട് കർത്തൃദാസനോടും കുടുംബത്തോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ വേഗ പ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്തു നൽകിയ ദൈവത്തിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. ആമേൻ. താങ്ക് യു ജോയ് പാസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും പരസ്പരം ഓർത്ത്. പലരുടെ പേരുകളൊന്നും കാണത്തില്ലെങ്കിലും ഞങ്ങൾ കാണുന്ന പേരുകളൊക്കെ വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മയിലെയും പ്രാർത്ഥനയുടെയും ബലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ശത്രു നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ പ്രബലനാകാതെ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു റൂബനെ. താങ്ക് യു ജോയ് പാസ്റ്റർ. സുഖമായിട്ടിരിക്കുന്നു. ആംഗ്ലേ പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നു. ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഞങ്ങള് സുഖമായിരിക്കുന്നല്ലോ. എൻ്റെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പാസ്റ്റർ. ആ